ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ പരിചയപ്പെടാം. ദണ്ഡുപാളയം. കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. 90s കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളിൽ കയറി കൊല ചെയ്ത് റോബറി നടത്തിയിരുന്ന ദണ്ഡുപാളയം ഗ്യാങ് വീണ്ടും നഗരത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പതിവ് രീതിയിൽ അവർ ക്രൈം നടത്തി നഗരത്തിൽ പ്രഹരമേൽപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭീതിയും വർദ്ധിച്ചു തുടങ്ങുന്നു. എന്നാൽ പോലീസ് പുതിയ സൈന്യത്തെ മുൻനിർത്തി ഗ്യാങ്ങിനെ പിടികൂടാൻ കച്ചകെട്ടിയിറങ്ങുന്നു. പക്ഷേ മൃഗങ്ങളെക്കാൾ ക്രൂരരായ അവർ കൊലപാതകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 2012 ഈ നൊട്ടോറിയസ് ക്രിമിനലുകളുടെ കഥയെ ആസ്പദമാക്കി രവിശങ്കറും രവി മുഖർജിയും സിനിമയുടെ ക്യാൻവാസിലേക്ക് ശ്രീനിവാസ് രാജുവിന്റെ സംവിധാനത്തോടെ അടർത്തിയെടുത്തപ്പോൾ ഈ ഇന്ത്യൻ ക്രൈം ത്രില്ലർ സിനിമ കാണാതെ പോയവർ അനേകമുണ്ട്. ഈ ഡേഞ്ചർ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് കാർത്തിയുടെ കരിയർ ബെസ്റ്റ് ചിത്രമായ ധീരൻ ചിത്രീകരിച്ചത്. റിലീസ് ചെയ്ത 4 പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗം ഇതിന്റെ എല്ലാം ഒരു മിക്സഡ് മസാല പോലെയാണ് എനിക്ക് തോന്നിയത്. കന്നഡയിലെ ഏറ്റവും പണം വാര സിനിമകളിൽ ഒന്നായ ദണ്ഡുപാളയം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി എനിക്ക് മുന്നിൽ വീണ്ടും എത്തിയപ്പോൾ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സാധനം ഒരു കൊളാഷ് പോലെ എടുത്തു വെച്ചത് പല സ്ഥലത്തും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. കണ്ട സകല ഭാഗങ്ങളിലെയും ഒരുപാട് സീനുകൾ കോർത്തിണക്കി ഇതെന്താണ് ഉണ്ടാക്കി വെച്ച പരിപാടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സോണിയ അഗർവാൾ, വനിതാ വിജയകുമാർ എന്നിവരാണ് പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തുന്നത്. മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ വേസ്റ്റ് ആയി തോന്നി. അതിൽ സിംഗം സൂര്യയുടെ ഷെയ്ഡും പിടിച്ചൊരു കഥാപാത്രം വരാനുണ്ട്. കോമഡി സീൻ ഭയപ്പെടുത്തുന്ന ഒരു മൂവി ഫ്രാഞ്ചൈസിയെ എന്തോ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇച്ചിരി വയലൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. മസ്വാച്ച് എന്നൊന്നും പറയുന്നില്ല, വൺ ടൈം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.